നമസ്കാരം. 5ാം ക്ലാസ്സിലെ എൻ്റെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും ഇൻഫോമിററിലേക്ക് സ്വാഗതം. നമ്മൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സാണ് നോക്കുന്നത്. ഇപ്പം ലാസ്റ്റ് പഠിച്ചത് എന്താണ്? ഒരു കവിതയാണല്ലേ. എന്താ കവിത? എ ഫ്രണ്ട്. നന്നായിട്ട് വായിച്ച് നോക്കിയോ എല്ലാവരും? കവിത എല്ലാവർക്കും ഇഷ്ടമായിരുന്നോ? നന്നായിട്ട് മനസ്സിലായോ? ഇനി ചോദ്യങ്ങളുടെ ഉത്തരമൊക്കെ നിങ്ങൾക്കും അത്യാവശ്യമൊക്കെ മനസ്സിലായിട്ടില്ലേ? ചോദ്യങ്ങളൊക്കെ വായിച്ച് നോക്കിയോ? അപ്പോൾ നമ്മളിപ്പോൾ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഒക്കെയാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മക്കളെ, പേജ് നമ്പർ 26 നോക്കാം. ലെറ്റ് us എക്സ്പ്ലോർ ദി പോയം. നമുക്ക് ഇനി ഈ കവിതയിലൂടെ നല്ല ആഴത്തിൽ ഇറങ്ങിപ്പോകണം കേട്ടോ. ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? വൈ ഈസ് യുവർ ഫ്രണ്ട് ഇമ്പോർട്ടൻറ്റ് ടു യു? കാര്യം എന്താ? നമ്മൾ കവിതയിൽ ഫ്രണ്ടിനെ പറ്റി കുറേയൊക്കെ അങ്ങ് പഠിച്ചല്ലേ. അപ്പോൾ ഫ്രണ്ട് എങ്ങനെ വേണം, ഒരു ഫ്രണ്ട് എങ്ങനെയായിരിക്കണം, ഇതൊക്കെ നമ്മൾ നോക്കി. ഇനി നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ നല്ല സുഹൃത്ത് ആരാണ്? എന്തുകൊണ്ടാണ് ആ സുഹൃത്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ പേര് നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഞാനിവിടെ വെറുതെ ഒരു പേര് പറഞ്ഞു. കവിത ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഷീ ഈസ് ഓൾവേസ് വിത്ത് മീ ഇൻ ഓൾ മൈ നീഡ്സ്. എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ സർക്കംസ്റ്റൻസിനും. അപ്പോൾ ആ വാക്ക് നിങ്ങൾക്ക് കുറച്ച് കട്ടിയല്ലേ, അതുകൊണ്ട് നീഡ്സ് ആക്കി കേട്ടോ. എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും എൻ്റെ കൂടെ നിന്ന ആളാണ് ആര്? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കവിത എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേരെഴുതാം. എന്തുകൊണ്ടാണ് അയാൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായി എന്ന് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അടുത്തത്, വാട്ട് ഡു യു ലേൺ അബൌട്ട് എ ഗുഡ് ഫ്രണ്ട് ഫ്രം ദി പോയം? ഈ കവിതയിൽ നിന്നും ഗുഡ് ഫ്രണ്ട് എങ്ങനെ ആയിരിക്കണം എന്ന് നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചത്? നിങ്ങൾ എന്താ പഠിച്ചത്? എ ഗുഡ് ഫ്രണ്ട് ഷുഡ് ബി ദെയർ ആസ് എ കോൺസ്റ്റൻറ്റ് സോഴ്സ് ഓഫ് സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെൻറ്റ്. എന്താണ് ഒരു ഗുഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ? എങ്ങനെ ആയിരിക്കണം? എപ്പോഴും നമ്മളെ കൂടെ നിൽക്കണം, ഭയങ്കര സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ ആയിട്ട് എന്നും കൂടെ ഉണ്ടാകുന്ന ആളായിരിക്കണം ആര്? ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ നല്ല സുഹൃത്ത്. അപ്പോൾ മക്കളെ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. അറിയാമല്ലോ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഒരു ലൈക്ക് കൂടി ഇട്ടേക്കണേ. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഒന്ന് ഷെയർ ചെയ്തേക്കണം കേട്ടോ. അടുത്ത 3ാമത്തെ ചോദ്യം, ഹൗ ഡസ് എ ഫ്രണ്ട്സ് പ്രസൻസ് മേക്ക് യുവർ ലൈഫ് മോർ സെക്യൂർ? എങ്ങനെയാണ് നിങ്ങളുടെ കൂടെ ഒരു സുഹൃത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ പ്രസൻസ് നിങ്ങളെ എങ്ങനെയാണ് കൂടുതൽ സെക്യൂറായിട്ട് അല്ലെങ്കിൽ സേഫായിട്ട് സുരക്ഷിതമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത്? അതെങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നമുക്കിവിടെ വേണമെങ്കിൽ വലിയ ആൻസർ എഴുതാം, നമുക്ക് വേണമെങ്കിൽ ഓരോ കുഞ്ഞ് ആൻസർ എഴുതാം. അപ്പം നമുക്കിവിടെ കുഞ്ഞ് ആൻസർ മതി. എന്താണ് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഐ ഫീൽ കംഫർട്ട് ആൻഡ് സേഫ് വെൻ മൈ ഫ്രണ്ട് ഈസ് വിത്ത്. എനിക്ക് എൻ്റെ കൂട്ടുകാരൻ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടാണ്, അതുപോലെ എനിക്ക് ഭയങ്കര സേഫാണ് തോന്നുന്നത്. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ പോയം എൻകറേജ് us ടു ബി ഗുഡ് ഫ്രണ്ട്സ്? നമ്മളെ ഗുഡ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാൻ എങ്ങനെയാണ് ഈ പോയം എൻകറേജ് ചെയ്യുന്നത്? The poem gives us instructions and guidelines on how to be a good friend. ഒരു ഗുഡ് ഫ്രണ്ട് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ ഹൗ ടു ബിക്കം എ ഗുഡ് ഫ്രണ്ട് എന്നുള്ളത് ഈ ഒരു പോയം നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലേ. ഒരു നല്ല സുഹൃത്ത് എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് നല്ല സുഹൃത്തിനെ തിരഞ്ഞെടുക്കേണ്ടുന്നത്, ഇതൊക്കെ ഈ പോയം പറഞ്ഞു തരുന്നില്ലേ. ഇറ്റ് ഓൾസോ ടീച്ചേഴ്സ് ഹൗ ടു ചൂസ് എ ഗുഡ് ഫ്രണ്ട് അല്ലേ. എങ്ങനെയാണ് ഒരു നല്ല സുഹൃത്തിനെ തിരഞ്ഞെടുക്കേണ്ടുന്നത് എന്നും ഈ പോയം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇല്ലേ? ഉണ്ട്. ഇനി ഇതാ നോക്കിയേ, കുഞ്ഞ് ആക്ടിവിറ്റി ആണല്ലോ, വളരെ കുഞ്ഞ് 3 ആക്ടിവിറ്റിയാണുള്ളത് കേട്ടോ. നോക്കിയേ, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഫ്രണ്ട്? കംപ്ലീറ്റ് ദ വേർഡ് വെബ് ഗിവൺ ബിലോ. കണ്ടോ, എ ഗുഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഗുഡ് ഫ്രണ്ട് എന്തൊക്കെയായിരിക്കണം? ഇങ്ങനെ വെബ് തന്നിരിക്കുക. എന്തൊക്കെയായിരിക്കണം? ഒരുപാടെണ്ണം നമുക്ക് എഴുതിക്കൂടെ? ഒരെണ്ണം അവിടെ തന്നിട്ടുള്ളത് ഏതാണ്? ഷെയറിങ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് പറയാം? കെയറിങ് പറയാം, ഓണസ്റ്റി പറയാം, സപ്പോർട്ടിങ് പറയാം, ലവബിൾ പറയാം, പിന്നെ ലോയൽറ്റി, എൻകറേജിങ്, ഒത്തിരി വാക്കുകൾ പറയാം കേട്ടോ. അതിൽ കുറച്ച് നമുക്ക് വേണ്ടുന്നത് സെലക്ട് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, ആക്ടിവിറ്റി 2, റീഡ് ദ ലൈൻസ് ഓഫ് ദ പോയം. ലൈൻസ് വന്നിട്ടുണ്ട്. ഏതാ? നമ്മുടെ ആ പോയത്തിലെ തന്നെ ലൈൻസ് ആണേ. എ ഫ്രണ്ട് ഈസ് വൺ ഹു സ്റ്റാൻഡ്സ് ടു ഷെയർ your every touch of grief and care. The words care and share end with the same sound. കണ്ട, നമ്മൾ പറഞ്ഞു നോക്കിയേ, stands to share,
ഗ്രീഫ് ആൻഡ് കെയർ, ഷെയർ, കെയർ. നമ്മൾ ഏകദേശം ഒരേപോലെയല്ലേ പറഞ്ഞത്? ദേ ആർ കോൾഡ് റൈമിംഗ് വേർഡ്സ്. കണ്ടോ, അതിനെന്താ നമ്മൾ വിളിക്കുക? ഇങ്ങനെ ഒരുപോലെ ഉച്ചരിച്ച് വരുന്നതാണ് റൈമിംഗ് വേർഡ്സ്. ഫൈൻഡ് ഔട്ട് മോർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. ഇവിടെ നോക്കിയ മക്കളെ, നമ്മൾ വായിച്ചപ്പോൾ ലൈനിൻ്റെ ലാസ്റ്റല്ലേ നമ്മൾ പറഞ്ഞത് ഷെയർ, തൊട്ട് താഴത്തെ വരിയിലും കെയർ. കണ്ട, രണ്ടും ഒരുപോലെ വന്നു. അപ്പോൾ അങ്ങനെ വരുന്ന റൈമിംഗ് വേർഡ്സ് ഈ കവിതയിൽ ഒരുപാടുണ്ട്. അത് റൈമിംഗ് വേർഡ്സ് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് വരിയുടെ അവസാനമാണ് കേട്ടോ. വരിയുടെ ലാസ്റ്റ് നോക്കണം. മേളിൽ തന്നിരിക്കുന്നതും തൊട്ട് താഴെ തന്നിരിക്കുന്നതും ഒരുപോലെയാണോ, അതോ അതിൻ്റെ താഴെ തന്നിരിക്കുന്നതാണോ ഒരുപോലെ എന്ന് നോക്കണം. നോക്കി സെലക്ട് ചെയ്യണം കേട്ടോ. ഇവിടെ നോക്കിയേ, വോയിസ്, ചോയ്സ് ഒരുപോലല്ലേ? പിന്നെ വിം, ഹിം ഒരുപോലല്ലേ? സ്മോൾ, ഓൾ. ദെൻ ടേൺ, കൺസേൺ, ഏൺ, ഏൺ എന്ന് പറഞ്ഞു കേട്ടോ. ഇനി ബി, സി. അത് ശ്രദ്ധിക്കേണ്ടുന്നത് ബി, സി രണ്ട് രീതിയിലാണ് നമ്മൾ പറഞ്ഞതല്ലേ. ബ എന്നും സ് എന്നും പറഞ്ഞു. അതല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മൾ നിർത്തുന്നതാണ് നോക്കേണ്ടത്. ഈ കണ്ട, ബി, സി. കണ്ട, ഈ എന്നല്ലേ നിർത്തിയത്? അതാണ് ശ്രദ്ധിക്കേണ്ടുന്നത്. ഇനി അടുത്തത് ടെൽ, വെൽ, ട്, വ്. അതല്ല ശ്രദ്ധിക്കേണ്ടുന്നത്, എൽ, എൽ എന്നാണ് നിർത്തിയത് കേട്ടോ. ഇനി ഫ്രണ്ട് എങ്ങനെ? എൻഡ്. അടുത്തത് എൻഡ്. രണ്ടും എൻഡ്, എൻഡ് എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണ് റൈമിംഗ് വേർഡ്സ് നോക്കുന്നത് കേട്ടോ. എളുപ്പമല്ലേ? എളുപ്പമാണ്. ഇനി ആക്ടിവിറ്റി 3 നോക്ക്. യു ഓൾ ഹാവ് ഫ്രണ്ട്സ്, ഹാവൻറ്റ് യു? നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഇല്ലേ? ഉണ്ട്. ഡു യു നോ ദി ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഓഫ് യുവർ ഫ്രണ്ട്സ്? നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങളും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാമോ? ആസ്ക് യുവർ ഫ്രണ്ട്സ് അബൌട്ട് ദെയർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ആൻ എക്സാമ്പിൾ ഈസ് ഗിവൺ ഫോർ യു. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരടുത്ത് പോയി ചോദിച്ചിട്ട്, എടാ മോനെ അല്ലെങ്കിൽ മോളെ, നിനക്ക് എന്തൊക്കെയാണ് ഇഷ്ടം, നിനക്ക് എന്തൊക്കെയാണ് ഇഷ്ടമില്ലാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് അതാണ് എഴുതേണ്ടുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അല്ലേ, നമുക്ക് പറയാൻ ഒക്കുമോ? എന്നാലും 2-3 പറയട്ടെ, ബാക്കി നിങ്ങൾ എഴുതണേ. ഒന്നുതാ തന്നിട്ടുണ്ട്, ടോമി ലൈക്സ് ഫുട്ബോൾ. നിങ്ങളുടെ ഫ്രണ്ട് ടോമിക്ക് എന്ത് ഇഷ്ടമാണ്? ഫുട്ബോൾ ഇഷ്ടമാണ്. ഹി ഡസൻ ലൈക്ക് ക്രിക്കറ്റ്, ക്രിക്കറ്റ് ഇഷ്ടമില്ല. അപ്പോൾ വേറെണ്ണം, ബിനു ലൈക്സ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ഇഷ്ടമാണ്. ഹി ഡസൻ ലൈക്ക് മാത്തമാറ്റിക്സ്, മാത്സ് ഇഷ്ടമല്ല. ഇനി റാണി ലൈക്സ് ഐസ്ക്രീംസ്, ഷീ ഡസൻ ലൈക്ക് കേക്ക്സ്, കേക്ക് ഇഷ്ടമില്ല, ഐസ്ക്രീം ഇഷ്ടമാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ആക്ടിവിറ്റീസ് ഇത്രയേ ഉള്ളൂ. ടീച്ചറെ ഇതിൻ്റെ തൊട്ട് പിറവിനൊരു വേറൊരെണ്ണം കൂടെ ഉണ്ടല്ലോ, ദി ഡോട്ട്സ്. അതെന്താ എടുക്കാത്തേ? അത് അടുത്ത വീഡിയോ ആയിട്ട് തൊട്ട് പിറവിന് അപ്ലോഡ് ചെയ്യും കേട്ടോ. ഒന്നും മറന്നു പോയിട്ടില്ല, തൊട്ട് പിറവിന് അത് ഇടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തൊക്കെ പോയിട്ട് അവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എഴുതണം കേട്ടോ. എല്ലാം നമ്മൾ പറയുന്ന കണക്ക് എഴുതരുത്. വേറെ വീഡിയോസ് കാണാം, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വേറെ ചാനലിൻ്റെ വീഡിയോസ് കാണാം. എന്നാലും അതും അതുപോലെ മക്കൾ കോപ്പി ചെയ്യരുത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ അതുകൂടെ ഒക്കെ ഒന്ന് എഴുതാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തത് ഉടനെ ഇടായിരിക്കും. മിടുക്കരായിട്ടിരിക്കണം, നന്നായിട്ട് പഠിക്കണം. ഓൾ ദ ബെസ്റ്റ്.